ഇന്ന് നമുക്ക് തക്കാളി മുരിങ്ങയ്ക്കയും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് നന്നായി ചൂടായ ശേഷം അതിനകത്തേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 10 ചെറിയ ഉള്ളി കനം കുറച്ചരിഞ്ഞതാണ് അതിട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഒരു 4 പച്ചമുളക് നെടുകെ പൊളുന്നതും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളറാകുന്ന വരെയൊന്നും വഴറ്റേണ്ട, ഒന്ന് നന്നായിട്ട് വാടി വന്നാൽ മതി. ഉള്ളിയൊക്കെ പാകത്തിന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കിയ ഒരു മുരിങ്ങയ്ക്ക നീളത്തിലരിഞ്ഞതാണ്, അതും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മുരിങ്ങയ്ക്ക ഇട്ട് ഒരുപാട് സമയം വാട്ടണ്ട, ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഇനി ഇതിനകത്തേക്ക് മീഡിയം സൈസിലെ 2 തക്കാളി ചെറുതായി അരിഞ്ഞതാണ്, അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി അങ്ങ് വെന്തുടയുന്ന വരെ വാട്ടണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇത് ഇത്ര ഒന്ന് വാടി വന്നാൽ മതി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇതും ചേർത്ത് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ എല്ലാം പച്ചമണം നന്നായി മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വേകാൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിനാവശ്യമായ ഒരു അരപ്പും കൂടെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3-4 അല്ലി വെളുത്തുള്ളി, ഒരു നുള്ളു ജീരകവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഒന്ന് തുറന്ന് നോക്കാം. തക്കാളി മുരിങ്ങയ്ക്കെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരട്ടെ. ഒരുപാട് അങ്ങ് തിളപ്പിക്കരുത്, തേങ്ങ അരച്ചതായത് കാരണം കറി പിരിഞ്ഞു പോകും. ഇതിപ്പോൾ പാകത്തിന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്കൊന്ന് താളിച്ച് ചേർക്കാം. ഒരു പാൻ വെച്ച് നന്നായി ചൂടായ ശേഷം അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നല്ലോണം പൊട്ടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ ഉള്ളിയെല്ലാം പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ തക്കാളി മുരിങ്ങയ്ക്ക കറി ഇവിടെ തയ്യാറായിരിക്കുന്നു.